നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കൊല്ലത്താണ്. അപ്പോൾ ഇവിടെ നിന്നൊരു യാത്ര പോകാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മുടെ കൊല്ലം ടു നാഗർകോവിൽ ആ ഒരു യാത്രയാണ് ഞാൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആ ഒരു യാത്രയുടെ കാഴ്ചകളായിരിക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. ഈ ഒരു കൊല്ലം ജംഗ്ഷൻ എന്ന് പേര് വരാൻ കാരണം ഇവിടെ നിന്നൊരു ലൈന് പോകുന്നുണ്ട്. അതായത് നമ്മുടെ പുനലൂർ ചെങ്കോട്ട ആ ഒരു റൂട്ട് കൊല്ലത്തു നിന്നാണ് പോകുന്നത്. അതുകൊണ്ടാണ് ഇത് കൊല്ലം ജംഗ്ഷനായിട്ട് മാറിയത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജംഗ്ഷനിലാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇവിടെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. ആ കാണുന്നതാണ് ഒന്നാമത്തത്. ഇവിടെ മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ തഞ്ചാവൂർ, ചെന്നൈ, എഗ്മോർ, കൊല്ലം സൂപ്പർഫാസ്റ്റ് ഉണ്ട്. അതുപോലെ തന്നെ നാലാമത്തതിൽ കൊല്ലം വിശാഖപട്ടണം എക്സ്പ്രസ് ഉണ്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ട്രെയിനാണിത് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത്. ഇവിടെ ടോട്ടൽ 5 പ്ലാറ്റ്ഫോം ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ 2 ട്രെയിൻ സൈഡാക്കി വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഭാരത് ഗൗരവാണ് കേട്ടോ, നമ്മുടെ ടൂറിസ്റ്റ് ട്രെയിനാണ്. അതുപോലെ അവിടെയും ഒരു വണ്ടി നിർത്തി വെച്ചിട്ടുണ്ട്. അത് ഏതാണ് വണ്ടി എന്നറിയില്ല. ഇത് ടൂറിസ്റ്റ് ട്രെയിനാണ്, ഭാരത് ഗൗരവ്. അപ്പോൾ നമ്മുടെ വണ്ടിയാണ് ഇത് ഈ 5ാമത്തെ പ്ലാറ്റ്ഫോമിലുള്ള കേട്ടോ. ഇവിടെ ഇപ്പോൾ നല്ല കാറ്റാണ് കേട്ടോ, അതുകൊണ്ട് സംസാരിക്കുന്ന എത്രത്തോളം നിങ്ങൾക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. കൊല്ലം ജംഗ്ഷൻ്റെ 1ാമത്തെ പ്ലാറ്റ്ഫോമാണ് അവിടെ വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് സൈഡിലെ എക്സിറ്റ് ഈ ഭാഗത്തായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ നമുക്ക് പോകാനുള്ള വണ്ടി. ഇവിടെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കിടക്കുന്നുണ്ട്. ഇത് റാക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അതായത് കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിൽ വരും, നാഗർകോവിലിൽ നിന്ന് കൊല്ലത്തേക്കും, അങ്ങനെ റാക്ക് ഷെയറിംഗ് നടക്കുന്ന വണ്ടിയാണ്. അപ്പോൾ നമുക്ക് നാഗർകോവിലേക്ക് പോകേണ്ട ട്രെയിൻ നമ്പർ 06427 ആണ് കേട്ടോ. ഇത് 22668 എന്ന് പറയുന്നത് കോയമ്പത്തൂരിൽ നിന്ന് നാഗർകോവിലേക്ക് വരുമ്പോഴുള്ള നമ്പറാണ്. ഇത് റാക്ക് ഷെയറിംഗ് നടക്കുന്നതുകൊണ്ട് തന്നെ സ്ലീപ്പറാണ് ഉള്ളത് കൂടുതലും കേട്ടോ. അപ്പോൾ ഈ ഒരു ട്രെയിനിൽ ഞാൻ മുമ്പും യാത്ര ചെയ്തിട്ടുണ്ട്. അത് കൊല്ലം നാഗർകോവിൽ റൂട്ടിലല്ല, കോയമ്പത്തൂരിൽ നിന്ന് മധുര വരെയാണ് ഞാൻ ഈ ഒരു ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി 7:30 കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെട്ട് പിറ്റേ ദിവസം നട്ടപ്പാതിര 12:30 മധുരയിലേക്ക് എത്തിച്ചേരുന്ന ഒരു ടൈമിലാണ് ഈ ഒരു വണ്ടി ഓടുന്നത് കേട്ടോ. അപ്പോൾ ഈ വണ്ടി പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് കോയമ്പത്തൂർ, തിരുപ്പൂർ, ഈറോഡ്, കരൂർ, ഡിണ്ടുഗൽ, മധുരൈ, വിരുദനഗർ ആ ഒരു വഴിയാണ് ഈ ട്രെയിൻ പോകുന്നത് കേട്ടോ. നല്ല അടിപൊളി ഒരു വണ്ടി തന്നെയാണ് ഇത്. കോയമ്പത്തൂരിൽ നിന്ന് രാത്രി 7:30 പുറപ്പെട്ട് കഴിഞ്ഞാൽ വെളുപ്പിനൊരു 4:45 കൂടി നാഗർകോവിൽ എത്തിച്ചേരും. പിന്നെ നാഗർകോവിലിൽ നിന്ന് കൊല്ലത്ത് വന്ന് ഉച്ചയ്ക്ക് ശേഷം 3:30 തിരിച്ച് നാഗർകോവിലേക്ക് പോകുന്നത് കേട്ടോ. ഇതിൽ കൂടുതലും സ്ലീപ്പറാണുള്ളത്. ഇത് കണ്ടോ, 2005 നിർമ്മിച്ചൊരു കോച്ചാണ്. ആദ്യത്തെ 2 അക്ഷരമാണ് ഈ കോച്ച് ഉണ്ടാക്കിയ വർഷത്തെ സൂചിപ്പിക്കുന്നത്. ഇത് SRൻ്റെ വണ്ടി തന്നെയാണ് കേട്ടോ. കോയമ്പത്തൂർ, നാഗർകോവിൽ, കൊല്ലം 5ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് നമ്മുടെ വണ്ടി ഉള്ളത്. അതുപോലെ തന്നെ തൊട്ട് ഓപ്പോസിറ്റായിട്ട് കൊല്ലം വിശാഖപട്ടണം കിടക്കുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തായിട്ട് ചെന്നൈ, എഗ്മോർ, തഞ്ചാവൂർ, കൊല്ലം എക്സ്പ്രസ്സും കിടക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഈ വീഡിയോൻ്റെ ഇൻട്രോ എടുക്കുന്ന സമയത്ത് നമ്മുടെ 2ാമത്തെ വന്ദേ ഭാരതില്ലേ, മംഗലാപുരം സെൻട്രൽ ആലപ്പുഴ വഴി തിരുവനന്തപുരത്തേക്ക് വരുന്ന ഓറഞ്ച് വന്ദേ ഭാരത് വിട്ടടിച്ച് പോയി. അതിനെ സ്പോട്ട് ചെയ്യാൻ പറ്റിയില്ല. ഞാൻ ഈ വീഡിയോ ഇൻട്രോ എടുക്കുന്ന സമയത്താണ് ആ ഒരു ട്രെയിന് വന്നു എടുത്തു പോയി. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ നമ്മുടെ കേരളത്തിൻ്റെ വന്ദേ ഭാരത് കാണുന്നത്. ഞാൻ ആകെ കണ്ടേക്കണത് MGR ചെന്നൈ സെൻട്രൽ മൈസൂർ വന്ദേ ഭാരതാണ്. നമ്മുടെ കേരളത്തിൻ്റെ വന്ദേ ഭാരത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ നമുക്കിനി ഒരുപാട് സമയമുണ്ട്. ബാക്കി ഇപ്പോൾ 2:20 ആയിട്ടേ ഉള്ളൂ.
ഇപ്പോൾ കോച്ചൊന്നും ഓപ്പൺ ആയിട്ടില്ല. നമുക്ക് സ്ലീപ്പറിൽ കയറാൻ പറ്റുമെന്നൊന്നും അറിയില്ല കേട്ടോ. കയറാൻ പറ്റുകയാണെങ്കിൽ സുഖമായിട്ട് ഇരുന്ന് പോവാം. അപ്പോൾ നമ്മളത് ആ ട്രെയിനിൻ്റെ അകത്തേക്ക് കയറുകയാണ്. ഇത് റിസർവേഷൻ ഒന്നല്ല, നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം കേട്ടോ. കാരണം ഇത് പാസഞ്ചറായിട്ട് റേക്ക് ഷെയർ ഉള്ള വണ്ടിയല്ലേ, അപ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും ഇരിക്കാം. ഞാനിതാ ഒരു വിൻഡോ സീറ്റ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്. ഈ കോച്ചിൻ്റെ കാര്യങ്ങൾക്ക് വരികയാണെങ്കിൽ അവിടെ ഒരു ഭംഗിയുള്ളൊരു മിററുണ്ട്, ചാർജിങ് സോക്കറ്റ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയാണെങ്കിൽ ഇതാ ഇവിടെ ഒരു ചാർജിങ് സോക്കറ്റ്, പിന്നെ അവിടെ ഒരു ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെയും 2 ബോട്ടിൽ ഹോൾഡർ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു നീറ്റ് വണ്ടി തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൊല്ലം നാഗർകോവിൽ പാസഞ്ചറിന് കൊല്ലത്തിനും നാഗർകോവിൽ ജംഗ്ഷനും ഇടയിൽ 22 സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഒരു 3:35 പുറപ്പെട്ടാൽ 7:40 കൂടിയാണ് നാഗർകോവിലിൽ എത്തിച്ചേരുക. എല്ലാ സ്റ്റേഷനിലും നിർത്തി തന്നെയാണ് പോവുക കേട്ടോ. ഇത് പാസഞ്ചറായിട്ട് ഓടുന്നത് കൊണ്ട് തന്നെ സ്ലീപ്പറിൽ നമുക്ക് എവിടെ വേണമെങ്കിലും കയറാം. AC-യിൽ നമുക്ക് കയറാൻ സാധിക്കില്ല. സ്ലീപ്പർ കോച്ചിൽ ഏതിൽ വേണമെങ്കിലും നമുക്ക് കയറാൻ സാധിക്കും. കാരണം ഇത് പാസഞ്ചറായിട്ട് റേക്ക് ഷെയറിങ് കൂടിയുള്ളൊരു വണ്ടിയാണല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇപ്പോൾ സമയം ഏകദേശം 3 മണി ആവാറായിട്ടുണ്ട്. ഇനി ഒരു 35 മിനിറ്റ് കൊണ്ട് ഈ വണ്ടി കൊല്ലത്തുനിന്ന് യാത്ര തുടങ്ങും. അപ്പോൾ എന്തായാലും പുറപ്പെട്ടിട്ട് നമുക്ക് ഓരോ കാഴ്ചകൾ അങ്ങനെ കാണാം കേട്ടോ. കൊല്ലം ജംഗ്ഷനിലെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നമ്മുടെ വണ്ടി പുറപ്പെട്ടിരിക്കുന്നത്. ഇപ്പോൾ ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ സ്റ്റേഷനും വർക്ക് നടക്കുന്നുണ്ടല്ലോ. ഈ ഒരു ട്രെയിൻ എക്സ്പ്രസ് ആയിട്ടും അതുപോലെ തന്നെ പാസഞ്ചറായിട്ടും റേക്ക് ഷെയറിംഗ് ഉള്ളതുകൊണ്ട് ഇതിൽ AC കമ്പാർട്ട്മെൻറ്റ് ഒഴിച്ച് സ്ലീപ്പറിൽ എവിടെ വേണമെങ്കിലും കയറാം, ഏത് കോച്ചിലും കയറാം. AC കമ്പാർട്ട്മെൻറ്റ് വെച്ച് ഏതിലും കയറാം. അപ്പോൾ കൊല്ലം ജംഗ്ഷൻ 1ാമത്തെ പ്ലാറ്റ്ഫോമിലൊരു ട്രെയിൻ കിടക്കുന്നുണ്ട്. അതൊരു ബാഗ് 9 ആണ് അതിൻ്റെ ലോക്കോമോട്ടീവ്. അതുപോലെ തന്നെ 3ാമത്തെ പ്ലാറ്റ്ഫോമിലുണ്ടായിരുന്ന ചെന്നൈ എഗ്മോർ കൊല്ലത്ത് നിന്ന് ഡിപ്പാർട്ട് ചെയ്ത് പോയി. നമ്മുടെ ലോക്കോമോട്ടീവ് അതാ മുമ്പിൽ കാണാം. വാപ്പ് 4 ആണ് കേട്ടോ. സ്ലോ ആയിട്ടുണ്ട്.
തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് ആണ് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ, നമ്മുടെ ഓപ്പോസിറ്റ്. ഈ വണ്ടി തന്നെ കോയമ്പത്തൂർ MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റായിട്ടും ഓടുന്നുണ്ട്. അങ്ങനെ റാക്ക് ഷെയറിംഗ് ഉള്ളൊരു വണ്ടിയാണ് കേട്ടോ. അപ്പോൾ നമ്മളൊരു സ്റ്റേഷനിലെത്തിയിട്ടുണ്ട്. വർക്കല ശിവഗിരിയാണ് നമ്മൾ എത്തിയിരിക്കുന്ന സ്റ്റേഷൻ കേട്ടോ. വർക്കലയിൽ എത്തിയിരിക്കുകയാണ്. കൊച്ചുവേളി റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊച്ചുവേളി ഇപ്പോൾ തിരുവനന്തപുരം നോർത്ത് എന്നറിയപ്പെടുന്നത് ഈ ഒരു സ്റ്റേഷനാണ്, കൊച്ചുവേളി. ഈ കൊച്ചുവേളിയിൽ നിന്നാണ് ദീർഘദൂര ട്രെയിനുകൾ ഒരുപാട് യാത്ര തുടങ്ങുന്നത്. ഗോരഖ്പൂർ, കൊച്ചുവേളി, രപ്തിസാഗർ, അങ്ങനെ ഒരുപാട് ദീർഘദൂര ട്രെയിനുകൾ ഈ കൊച്ചുവേളിയിൽ നിന്നാണ് യാത്ര ആരംഭിക്കുന്നത്. ഇപ്പോൾ ഇതിൻ്റെ പേര് മാറ്റിയിട്ടുണ്ട്, തിരുവനന്തപുരം നോർത്ത് എന്നാക്കിയിട്ടുണ്ട്. പക്ഷേ ഇതാ നെയിം ബോർഡ് ഇപ്പോഴും കൊച്ചുവേളി എന്നും പറഞ്ഞിട്ടാണ് കാണിക്കുന്നത്. ഇതാ ഒരു ഫ്ലൈറ്റ് പോകുന്നുണ്ടോ. ഈ ഒരു സ്റ്റേഷനിൽ നല്ല ഇഷ്ടം പോലെ ഫ്ലൈറ്റുകൾ നമുക്ക് കാണാൻ കഴിയും കേട്ടോ. ഇത് കൊച്ചുവേളി സ്റ്റേഷൻ്റെ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമാണ്. കൊച്ചുവേളി സ്റ്റേഷൻ യശ്വന്ത്പൂർ കൊച്ചുവേളി ഗരീബ് രഥ് എക്സ്പ്രസ് ആണ് നമ്മളിവിടെ കാണുന്നത്. മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത്. ട്രെയിൻ 1 മിനിറ്റ് സ്റ്റോപ്പുള്ളൂ, അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ കയറുകയാണ്. അവിടെ ഗ്രീൻ സിഗ്നൽ വീണ് ഈ കൊച്ചുവേളി യാർഡിൽ നിന്നാണ് നമ്മുടെ കാസർഗോഡ് വന്ദേ ഭാരത്, അതുപോലെ തന്നെ മാംഗ്ലൂർ സെൻട്രൽ വന്ദേ ഭാരതൊക്കെ അതിൻ്റെ ക്ലീനിങ് ഒക്കെ നടക്കുന്നത് ഇവിടെ നിന്നാണ്, കൊച്ചുവേളിയിൽ നിന്നാണ്. ട്രെയിനും ഈ കൊച്ചുവേളിയിൽ നിന്ന് പുറപ്പെടാൻ കാരണം തിരുവനന്തപുരം സെൻട്രലിൽ അധികം ട്രെയിനുകൾ ഇടാനുള്ളൊരു സ്പേസ് ഇല്ല. അതുകൊണ്ടാണ് കൂടുതൽ ട്രെയിനുകൾ ഇവിടുന്ന് പുറപ്പെടുന്നത്. അതുപോലെ തന്നെ രാത്രികാല
ജനറൽ കമ്പാർട്ട്മെൻറ്റ് വെച്ച് മാത്രം സർവീസ് ചെയ്യുന്ന മംഗളൂരു ജംഗ്ഷൻ, കൊച്ചുവേളി, അന്ത്യോദയ ഇവിടെ വരെയാണ് വരുന്നത്. നൈറ്റിൽ ഓടുന്ന ഫുൾ ജനറൽ കമ്പാർട്ട്മെൻറ്റ് വെച്ച് മാത്രം ഓടുന്നൊരു വണ്ടിയാണ് അന്ത്യോദയ. അതൊക്കെ കൊച്ചുവേളിയിൽ യാത്ര അവസാനിപ്പിക്കും. അപ്പോൾ നമ്മളിതാ തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ആ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നില്ല, വണ്ടീൻ്റെ ഉള്ളിൽ ഇരുന്നിട്ട് തന്നെയാണ് കാഴ്ചകൾ കാണിക്കുന്നത്. കാരണം നമ്മളിപ്പോൾ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള സീറ്റും കൂടെ പോകും. കാരണം ഇപ്പോൾ ഓഫീസ് ടൈമാണല്ലോ, അപ്പോൾ നല്ല രീതിയിലുള്ള തിരക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം വണ്ടിയിൽ നിന്ന് ഇറങ്ങാണ്ട് തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്നുള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചിരുന്നതാണ്. നമ്മൾ ഒന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വന്നിട്ടുള്ളത്. ഇവിടെ രണ്ടാമത്തേതിലും ഒരു വണ്ടി കാണുന്നുണ്ട്. ഇത് തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് ആണ് കേട്ടോ, രണ്ടാമത്തെ പ്ലാറ്റ്ഫോമിലുള്ളത്. ഈ വണ്ടി തന്നെയാണ് തിരുവനന്തപുരം തിരുച്ചിരാപ്പള്ളി ഇൻ്റർസിറ്റി ആയിട്ട് റാക്ക് ഷെയറിംഗ് നടത്തുന്നത് കേട്ടോ. രണ്ട് വണ്ടിയായിട്ടാണ് ഇത് റാക്ക് ഷെയറിംഗ് നടത്തുന്നത്. തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി ആയിട്ടും അതുപോലെ തന്നെ തിരുച്ചിരാപ്പള്ളി തിരുവനന്തപുരം ഇൻ്റർസിറ്റി ആയിട്ടും. കണ്ടോ തിരക്ക് കണ്ടോ ഇവിടുത്തെ കയറി പറ്റാൻ വേണ്ടിയിട്ടുള്ള. അതുകൊണ്ടാണ് ഞാൻ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങാത്തത്. ഈ ഇൻ്റർസിറ്റി തന്നെ ഓൾമോസ്റ്റ് ഫുള്ളായിട്ടാണുള്ളത്. അരമണിക്കൂറോളം നമ്മുടെ വണ്ടി തിരുവനന്തപുരത്ത് നിർത്തിയിട്ടുണ്ടായിരുന്നു. 5 മണിക്ക് വന്നതാണ്. ഇപ്പോൾ സമയം 5:30 ഇപ്പോഴാണ് വണ്ടി പുറപ്പെടുന്നത്. അരമണിക്കൂറോളം നമ്മളെ വണ്ടി ഇവിടെ തന്നെ നിർത്തിയിട്ടുണ്ടായിരുന്നു. അഞ്ചരക്ക് ഈ തിരുവനന്തപുരം ഗുരുവായൂർ ഇൻ്റർസിറ്റി പുറപ്പെടും, ഷാർപ്പ് 5:30. ഇത് നാളെ 12:15 ആകുമ്പോഴേക്കും, നൈറ്റ് 12:15 ഗുരുവായൂരെത്തും. ഇനിയിപ്പോൾ നമ്മൾ പോകാൻ പോകുന്ന റൂട്ട് എന്ന് പറയുന്നത് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഒരുപാട് ക്രോസിങ്ങുകൾ കിട്ടാൻ നമുക്ക് സാധ്യതയുണ്ട്. ഇതാ ഒരു തമിഴ്നാട് RTC ബസ് നോക്കിയാൽ ഇനി അങ്ങോട്ട് സിംഗിൾ ലൈൻ ആയതുകൊണ്ട് ഇഷ്ടം പോലെ ക്രോസിങ് കിട്ടാൻ സാധ്യതയുണ്ട്. നമുക്ക് നോക്കാം ക്രോസിങ്ങിന് സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പം നമ്മുടെ വണ്ടി ഓൾമോസ്റ്റ് ഫുള്ളായിട്ടുണ്ട്.
സ്റ്റേഷൻ നേമം എന്നുള്ള നെയിം ബോർഡ്. ഇത് സിംഗിൾ ട്രാക്കാണ് കേട്ടോ, അതുകൊണ്ട് നമുക്ക് ക്രോസിനൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. നമ്മളിതാ ചെറിയൊരു തുരങ്കത്തിലേക്ക് കയറാൻ പോവാണ്. ചെറിയൊരു തണലുണ്ട് ഇവിടെ. വണ്ടി സ്ലോ ആയിട്ടാണ് പോകുന്നത്. കേരളത്തിലെ അവസാനത്തെ സ്റ്റേഷനിലെത്തിയിരിക്കുകയാണ് കേട്ടോ, പാറശാല. അടുത്ത് നമ്മൾ കയറാൻ പോകുന്നത് തമിഴ്നാട്ടിലേക്കാണ്. പുലിത്തുറൈ വെസ്റ്റ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ് ഇനി അടുത്ത് വരാൻ പോകുന്നത്. ഇത് കേരളത്തിലെ ലാസ്റ്റ് സ്റ്റോപ്പ്. തമിഴ്നാട്ടിൽ ആദ്യത്തെ സ്റ്റോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. പുലിത്തുറൈ വെസ്റ്റ് എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. തമിഴ്നാട്ടിൽ ആദ്യത്തെ സ്റ്റേഷൻ. ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ് കേട്ടോ. നാഗർകോവിൽ ടൗൺ.
സ്റ്റോപ്പാണ് നമുക്ക് ഇറങ്ങാനുള്ളത്. നാഗർകോയിൽ ടൗണിലെത്തിയിട്ട് നമ്മൾ ഇനി ഒരു 5 കിലോമീറ്റർ ഉണ്ട് നാഗർകോയിൽ ജംഗ്ഷനിലേക്ക്. അപ്പോൾ നമ്മളിതാ നാഗർകോയിൽ ജംഗ്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതാ ഒരു ബാഗ് 7, അതുപോലെ തന്നെ ബാഗ് 9, ബാഗ് 4, അങ്ങനെ 3 ലോക്കോമോട്ടീവ് നമുക്കിവിടെ കാണാൻ കഴിയും. നമ്മൾ വന്നിരിക്കുന്നത് 1ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് കേട്ടോ. ഈ നാഗർകോവിൽ ജംഗ്ഷനിൽ നിന്ന് വെറും 20 കിലോമീറ്റർ ഉള്ളൂ കന്യാകുമാരിക്ക് കേട്ടോ. ഇപ്പോൾ സ്റ്റേഷൻ ഓൾമോസ്റ്റ് കാലിയായിട്ടാണുള്ളത്. ഇപ്പോൾ ഇവിടുന്ന് കാര്യമായിട്ടുള്ള ട്രെയിനൊന്നുമില്ല. ഇവിടുന്ന് ഒരു 20 കിലോമീറ്റർ പോയാൽ കന്യാകുമാരി എത്തും കേട്ടോ. അപ്പോൾ നമ്മളിതാ നാഗർകോവിൽ ജംഗ്ഷനിൽ ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. അവിടെയൊക്കെ പണി നടക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് ഇന്ത്യയിലെ എല്ലാ സ്റ്റേഷൻസും റിനോവേറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വന്ന ഈ ഒരു വണ്ടി രാത്രി 9:55 കോയമ്പത്തൂരേക്ക് പോകും. അത് രാവിലെ ഒരു 7:15 ആകുമ്പോഴത്തേക്കും കോയമ്പത്തൂരെത്തും. നമ്മളിതാ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങാണ് കേട്ടോ. പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പോൾ നമ്മളിത് സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. ഇപ്പോൾ നേരെ നമ്മൾ ടൗൺ ഭാഗത്തേക്ക് നടന്നിട്ടാണ് പോകുന്നത്. നമ്മൾ മാപ്പൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. സ്റ്റേഷൻ്റെ മുമ്പ് തന്നെ ഇഷ്ടംപോലെ ബസ്സുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. ഇതാണ് നാഗർകോവിൽ ജംഗ്ഷൻ്റെ മെയിൻ ഭാഗം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തേക്കാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിതാ നേരെ നടക്കുകയാണ്. നേരെയാണ് ടൗണിൻ്റെ ഒരു ഭാഗത്തേക്ക് പോകേണ്ട ഒരു വഴി കേട്ടോ. അപ്പോൾ നമ്മളങ്ങനെ ഒരു റൂം എടുത്തിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ഒരു റൂം തന്നെയാണ്. നല്ലൊരു വീതിയുള്ളൊരു ബെഡ്, അതേപോലെ തന്നെ TV, നോൺ AC റൂമാണ്. ഫാന് നല്ല സ്പീഡുണ്ട് കേട്ടോ. അത്യാവശ്യം നീറ്റായിട്ടുള്ള ഫ്ലോറൊക്കെ തന്നെയാണ് കേട്ടോ. നമ്മുടെ ബാഗ് ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ ഇതാ ഇവിടെ ഒരു ടേബിള്, ഒരു മിറർ, ഹായ്. അതുപോലെ തന്നെ ഇതാ ഒരു വിൻഡോ ഉണ്ട്. ഇത് ഓപ്പൺ ചെയ്താൽ നമുക്ക് പുറമേ ഉള്ള കാഴ്ചകൾ കാണാം. അതിൻ്റെ ഒരു ഭാഗം കേട്ടോ. ഈ ഭാഗത്താണ് നമ്മുടെ നാഗർകോവിൽ ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു 350 മീറ്റർ മാത്രമാണ് ഈ ഒരു റൂമിലേക്കുള്ളത് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ റൂം. മൊത്തത്തിൽ സംഭവം അടിപൊളി തന്നെയാണ് കേട്ടോ. അങ്ങനെ കേരളത്തിലെ കൊല്ലത്ത് നിന്നും 135 കിലോമീറ്റർ സഞ്ചരിച്ച് ഇപ്പോൾ നാഗർകോവിൽ ജംഗ്ഷനിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ തൽക്കാലം ഞാൻ അവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും ബൈ.